കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അത്ഭുത വിഷയത്തെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ഒരു എളിയ പ്ലാറ്റ്ഫോം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ് നമ്മളുടെ കുറിവാക്യമായി വിചിന്തനത്തിനെടുത്തിരിക്കുന്നത്. അതിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനങ്ങളുടെ ആരാധന കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മന്നയിട്ട് വെച്ച പൊൻപാത്രം. അത് വയ്ക്കപ്പെട്ടിരുന്നത് പെട്ടകത്തിൻ്റെ ഉള്ളിലായിരുന്നു. ആ പെട്ടകം തന്നെ ക്രിസ്തു ആയിരുന്നു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളും ക്രിസ്തുവിനെ കാണിക്കുന്ന നിഴലുകൾ. അതിൽ മന്നയെ സംബന്ധിച്ച് വേദപുസ്തകം പരാമർശിക്കുന്ന 12 വാക്യങ്ങൾ നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ ഉള്ളത് പുറപ്പാട് പുസ്തകം 16:15 മുതൽ എബ്രായർക്ക് എഴുതി 9:9 യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 58 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് നാം ചിന്തിക്കുന്നത് മന്നയെ സംബന്ധിച്ചുള്ള ഭാവി വാഗ്ദാനം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അർത്ഥാൽ ഇസ്രായേൽ ജനങ്ങളുടെ ആരാധന കേന്ദ്രമായിരുന്ന ശലോമോൻ്റെ ആലയത്തിൻ്റെ ഉള്ളിൽ വയ്ക്കപ്പെട്ടിരുന്ന പെട്ടകവും നെബൂഖദ്നേസർ തകർത്തത് മുതൽ അത് BC 584 ആണ് നമ്മുടെ കർത്താവ് ശുശ്രൂഷിക്കുന്ന കാലയളവായിരുന്നപ്പോൾ ഏകദേശം 600 വർഷങ്ങളായി മന്ന അവർക്ക് മറഞ്ഞിരിക്കുന്നു. പറയുന്നത് മാത്രമേ ഉള്ളൂ. കഥ പോലെ പണ്ട് ദൈവ മരുഭൂമിയിൽ അവരെ തീറ്റി തൃപ്തിപ്പെടുത്തുന്ന മന്ന കൊണ്ടാകുന്നു എന്നുള്ളത് പറയുന്നത് പോലെ അവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവസഭയോട് പറയുകയാണ്, പൊരുളായ ദൈവസഭയോട് ആത്മാവ് ദൈവസഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2:17. വിശുദ്ധ സമാഗമന കൂടാരത്തിൻ്റെ അന്തർമന്ദിരത്തിനുള്ളിൽ അഥവാ അതിപരിശുദ്ധ സ്ഥലത്ത് തിരശീലകൾക്കുള്ളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന 3 വിശിഷ്ട വസ്തുക്കൾ ഉണ്ട്. 1 മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, 2 അഹരോൻ്റെ തളിർത്ത വടി, 3 നിയമത്തിൻ്റെ കൽപ്പലകകൾ. ഈ 3 വസ്തുക്കളെയും പെട്ടകത്തിനകത്ത് വെച്ച ശേഷം പെട്ടകത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അതേ അളവിൽ തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ട കൃപാസനം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഈ 3 സാധനങ്ങളും വയ്ക്കപ്പെട്ട ദിവസം മോശയും അഹരോനും നിർമ്മാതാക്കളായിരുന്ന ബസലേലും ഒഹലിയാബും കണ്ടതല്ലാതെ വേറൊരുവനും ഒരിക്കൽ പോലും കണ്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖകൾ ഇല്ല. എന്നാൽ മന്ന പെട്ടകത്തിനുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കണം എന്ന് യഹോവയാം ദൈവം കൽപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കാണുക. ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്ന ഇട്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു പാത്രം എടുത്ത് ഒരിടങ്ങഴി മന്ന അതിലിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വയ്ക്കണം. അതാണ് ദൈവകൽപ്പന. അക്ഷരിക ഇസ്രായേൽ ജനങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ 40 സംവത്സരങ്ങൾ ഭക്ഷിച്ച മന്നയുടെ വലിപ്പം, നിറം, ആകൃതി, രുചി പുറപ്പാട് പുസ്തകം 16:13 മുതൽ 16, സംഖ്യാപുസ്തകം 11:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവർ വിശുദ്ധ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ എന്നതല്ലാതെ അവരുടെ പിൻതലമുറക്കാരിൽപ്പെട്ട ആരും അത് കാണുകയോ രുചിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അത് ഭക്ഷിച്ചവരുടെ 38-ാം തലമുറയിൽ അവരുടെ വംശത്തിൽ ജനിച്ച ദൈവപുത്രൻ, ഒരിക്കൽ കൂടെ പറയാം, അത് ഭക്ഷിച്ചവരുടെ 38-ാം തലമുറയിൽ ജനിച്ച ദൈവപുത്രൻ മന്ന എന്താകുന്നുവെന്ന് വ്യക്തമായി
വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടെ തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നോക്കുന്നത് ഉത്തമം ആയിരിക്കും. ശ്രദ്ധിക്കുക, കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്ന ദൈവപുത്രനാകുന്നു. യോഹന്നാൻ 6:32-33 വാക്യങ്ങൾ. മൂന്നാമത് ദൈവപുത്രൻ തന്നെ പറയുകയാണ്, ശിഷ്യന്മാർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യോഹന്നാൻ 6:34. അതിനുത്തരമായി യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പം അഥവാ മന്ന ആകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-35 വാക്യം. ഇവിടെ ശ്രോതാക്കൾക്കും ദൈവവചനം പഠിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കും വിഷയം നഗ്നമായി മനസ്സിലായിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവർ മന്ന ഭക്ഷിച്ചു, അത് മോശയാണ് അവർക്ക് കൊടുത്തതെന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് തീർത്ത് പറഞ്ഞു, അത് മോശയല്ല കൊടുത്തത്, എൻ്റെ പിതാവത്രേ. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്ന ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയും വിശക്കുകയുമില്ല. തദ്വിഷയം ദൈവപുത്രൻ തുടരുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു അഥവാ മന്നയാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും അഥവാ നിത്യജീവൻ പ്രാപിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-48-48 വരെയുള്ള വാക്യങ്ങൾ. മന്നയെ സംബന്ധിച്ച് ദൈവപുത്രൻ സ്വയം പറഞ്ഞിരിക്കുന്ന അടുത്ത തിരുവചനം ശ്രദ്ധിക്കുക. 5, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം അഥവാ മന്ന ഇതാകുന്നു. ഇതിനെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-55-58 വരെയുള്ള വാക്യങ്ങൾ. തിരുവചനത്തിൻ്റെ പ്രോഗ്രസീവായ അർത്ഥങ്ങൾ നോക്കുക. മോശയല്ല മന്ന അവർക്ക് കൊടുത്തത്, എൻ്റെ പിതാവാകുന്നു. എൻ്റെ പിതാവാണ് എന്നെ ഇവിടെ അയച്ചത്. ഞാൻ മന്നയാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ വിശക്കയില്ല, എൻ്റെ അടുക്കൽ വരുന്നവന് ദാഹിക്കയില്ല. എന്നിട്ട് കർത്താവ് ചെയ്തത് കേൾക്കണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ നരഭോജികളായിപ്പോയി എന്ന് വായിക്കത്തക്ക അർത്ഥങ്ങൾ അതിൽ അംഗീകരിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റ്. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അല്പം കൂടെ പ്രോഗ്രസീവായി അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് എൻ്റെ ശരീരം. അവിടെ വയ്ക്കപ്പെട്ടിരുന്ന മുന്തിരിച്ചാറ്, ഗ്ലൂക്കോസ് ഉടൻ പിഴിഞ്ഞെടുത്ത ആ ചാറ് അവർക്ക് കൊടുത്തു, ഇതെൻ്റെ രക്തമാകുന്നു. അത് നമ്മൾ ഇന്നും ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ലോകജനത്തിൻ്റെ ദാഹമോ ഈ ലോകജനത്തിൻ്റെ ദാഹമോ വിശപ്പോ ഇല്ലാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. അക്ഷരിക പുരോഹിതവർഗത്താൽ നയിക്കപ്പെട്ടവരായ ഇസ്രായേൽ ജനം അക്ഷരീക മരുഭൂമിയിൽ അക്ഷരീക മന്ന ഭക്ഷിച്ചതുപോലെ ആത്മീയ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ അംഗങ്ങളാകുന്ന ദൈവസഭ ആത്മീയമായ മരുഭൂമിയിൽ ആത്മീയ മന്നയാകുന്ന ദൈവപുത്രൻ്റെ ദിവ്യവചനം ആകുന്ന ആത്മീയ മന്ന അനുദിനം ഭക്ഷിച്ച്
ആത്മീയ ജീവിതം നയിക്കുന്നു. ഈ കാര്യം ദയവ് ചെയ്ത് എല്ലാ വിശ്വാസികളും ശുശ്രൂഷകന്മാരും ഓർത്തിരിക്കണം. ഒരിക്കൽ കൂടെ, അക്ഷരിക പുരോഹിത വർഗത്താൽ നയിക്കപ്പെട്ട ഇസ്രായേൽ ജനം അക്ഷരികമായ മരുഭൂമിയിൽ അക്ഷരിക മന്ന ഭക്ഷിച്ചതുപോലെ ആത്മീയ രാജകീയ പുരോഹിതന്മാരാകുന്ന ദൈവസഭ ആത്മീയ മരുഭൂമിയിൽ ആത്മീയ മന്നയാകുന്ന ദൈവപുത്രൻ്റെ ദിവ്യവചനം ആത്മീയമായി അനുനിമിഷവും അനുദിനവും ഭക്ഷിച്ച് ആത്മീയ ജീവിതവും നിത്യജീവനും നയിക്കുന്നു. അക്ഷരിക മന്ന തിന്ന ഇസ്രയേൽ ജനം മുഴുവനും മരണമടഞ്ഞു എങ്കിൽ ആത്മീയ ഇസ്രയേലാകുന്ന ദൈവസഭ നിത്യജീവൻ അവകാശികളായി ദൈവപുത്രനോടുകൂടെ നിത്യമായി വാഴുമെന്ന് അറിയാതിരിക്കരുത്. നിത്യമായി വാഴും എന്നതിന് ഇരുപക്ഷവും ഇല്ല. തന്നെയുമല്ല, മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ പൂർവകാല പിതാക്കന്മാർ ഭക്ഷിച്ച മന്ന എങ്ങനെയുള്ളതായിരുന്നു എന്ന് തലമുറകൾ കാണേണ്ടതിന് പെട്ടകത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മന്ന ഇന്ന് എവിടെയോ എങ്ങനെയോ ഇരിക്കുന്നുവെന്ന് ആർക്കും അറിയാതെ ഇരിക്കുമ്പോൾ, സാക്ഷാൽ ജീവമന്നയാകുന്ന ദൈവപുത്രൻ രാജകീയ പുരോഹിതവർഗത്തിന് നൽകിയിരിക്കുന്ന സ്വർഗീയവും മാറ്റമില്ലാത്തതുമായ വാഗ്ദത്തം കാണുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അർത്ഥാൽ രാജകീയ പുരോഹിതവർഗത്തോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അപ്പോൾ മറഞ്ഞിരിക്കുന്ന മന്ന പ്രാപിക്കണം, ഭക്ഷിക്കണം, അത് കാണണം, രുചിക്കണം എങ്കിൽ തോറ്റുപോകുന്നവർക്കല്ല, ജയിക്കുന്നവർക്ക് മാത്രമേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആവർത്തന പുസ്തകം 8:16 വെളിപ്പാട് പുസ്തകം 2:17 ചേർത്ത് വെച്ച് വായിച്ചു കൊണ്ടാൽ മതിയാകുന്നതാകുന്നു. അടുത്ത വിഷയം നമ്മൾ പഠിക്കുന്നത്, മറക്കരുത്, ഓർഡർ അനുസരിച്ച് ക്രമീകൃതമായുള്ള വേദപഠന പരമ്പരയാണിത്. പെട്ടകവും സാക്ഷ്യവും. പെട്ടകവും സാക്ഷ്യവും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 16 എഴുതിയിരിക്കുന്നത് ടെസ്റ്റ്മണി ആൻഡ് ദി ആർക്ക്. സാക്ഷ്യം എന്താണ്? സാക്ഷ്യത്തിൻ്റെ കൽപ്പലക, ടേബിൾ ഓഫ് കവനന്റ്. യവന ഭാഷയിൽ ഇതിനെ പ്ലേക്കേസ് തേസ് ഡയാത്തേക്കേസ് എന്ന് എഴുതിയിരിക്കുന്നു. ഡയാത്തേക്കേ എന്ന പദത്തിന് ഉഭയസമ്മതം ഉറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ എന്നൊക്കെയാണ് അർത്ഥം. ഉഭയസമ്മതമെന്നും ഒരു വാഗ്ദത്തം ഉറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയെന്നുമാണ് അർത്ഥം. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. പെട്ടകത്തിനുള്ളിൽ വയ്ക്കപ്പെട്ടിരുന്ന 3 വസ്തുക്കളും യഹോവയാം ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഉഭയസമ്മതത്തെ ഉറപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ആയിരുന്നു. അവ എപ്രകാരമെന്ന് നോക്കുക. മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, എബ്രായർ 9:4a. അഹരോന്റെ തളിർത്ത വടി, എബ്രായർ 9:4b. നിയമത്തിൻ്റെ ഉഭയസമ്മതത്തിൻ്റെ കൽപ്പലക, എബ്രായർ 9:4c. തിരുവചനത്തിൽ കാണുന്ന ഏത് നിയമവും വാഗ്ദത്തവും വ്യവസ്ഥയിന്മേലത്രേ ഉറപ്പിക്കപ്പെട്ടിരുന്നതെന്ന് മറന്നു പോകരുത്. എബ്രായർ 8:6. ഏത് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടോ, ഏത് ഉഭയസമ്മതം ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥയിന്മേലായിരുന്നു ദൈവം അവർക്ക് കൊടുത്തത്. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന സകല വാഗ്ദത്തങ്ങളും വ്യവസ്ഥകളിന്മേലായിരുന്നു സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ചിലത് നോക്കുക. മിസ്രൈമിലെ അടിമത്വത്തിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ കുഞ്ഞാടിനെ അറുക്കണം. കുഞ്ഞാടിനെ അറുക്കുന്നതിൽ കൂടെ മാത്രമേ വിടുതലുള്ളൂ. ഒരു കൽപ്പനയും അനുസരണവും. സംഹാരദൂതനിൽ നിന്നുള്ള വിടുതൽ നടക്കണമെങ്കിൽ കൊല്ലപ്പെടുന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തം തങ്ങളുടെ ഭവനങ്ങളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. പുരട്ടിയാൽ മാത്രമേ വിടുതലുള്ളൂ. പുരട്ടാത്തവർക്ക് വിടുതലില്ല. 3, അവർക്ക് അവരുടെ തലമുറകൾക്കും ശാശ്വതമായുള്ള ദൈവാനുഗ്രഹങ്ങൾ നിലനിൽക്കണം എന്നത് ദൈവം അവർക്ക് കൊടുത്ത ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് ആചരിച്ചാൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 26:3
ആവർത്തന പുസ്തകം 28:1 പറഞ്ഞത്, ഞാൻ കൽപ്പിച്ച പ്രമാണങ്ങളും ചട്ടങ്ങളും ഓർത്ത് ആചരിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും വരും. എവിടെ വ്യവസ്ഥ തെറ്റിക്കുന്നുവോ വാഗ്ദത്തവും തെറ്റും. ആ 26:14 ആവർത്തനം 28:14 തെറ്റിച്ചു പോയാൽ വരുന്ന ശിക്ഷയെക്കുറിച്ചും ദൈവാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെയെല്ലാം ആരെല്ലാം ഈ വ്യവസ്ഥകൾ പാലിച്ച് നിറവേറ്റി നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്കെല്ലാം പരമോന്നതനായ ദൈവം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും സന്ദർഭത്തിലും ദേശങ്ങളിലും വസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്നതിനും എണ്ണമറ്റ ആധാരങ്ങൾ തിരുവചനത്തിൽ ഉണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം പറയട്ടെ. അഗ്നികുണ്ഡത്തിൻ്റെ നടുവിലും സിംഹങ്ങൾ വസിച്ചിരുന്ന ഗുഹകളിലും അത് നിറവേറ്റി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 6 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും 6-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും വ്യവസ്ഥകൾ പാലിച്ചാൽ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവം നൽകിയ വ്യവസ്ഥകൾ തൃണവൽഗണിച്ച് അനുസരണക്കേട് കാണിച്ചവരെ അതികാഠിന്യമായി ശിക്ഷിക്കുകയും ശിക്ഷിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണവും ഉണ്ടല്ലോ. ശൗലിൻ്റെ ഉദാഹരണം ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 13 മുതൽ 17 വരെയും, ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വാക്യവും, അപ്പോസ്തല പ്രവൃത്തികൾ 13:21 ശൗലിൻ്റെ ഉദാഹരണം അവിടെ വായിച്ചു കൊള്ളണം. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് പറയട്ടെ, റോമർക്കെഴുതിയ ലേഖനം 15:14 മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമുക്ക് ദൃഷ്ടാന്തവും ബുദ്ധിയുപദേശവുമായി ഭവിച്ചിരിക്കുന്നു. വ്യവസ്ഥകൾ പാലിച്ചാൽ വാഗ്ദത്തങ്ങൾ നിറവേറും. വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ആരായാലും ദൈവം വാഗ്ദത്തം നിറവേറ്റുകയില്ല. പെട്ടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ ദൈവം കൽപ്പിച്ച സാക്ഷ്യം എന്താകുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുവരെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ഈ ക്ലാസ്സും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.